താമരശ്ശേരിയിലെ ആ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കൊപ്പം പ്രവീഷ് ചേരുന്നുണ്ട്. പ്രവീഷ് ഈ ട്യൂഷൻ സെൻ്ററിലെ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുള്ള അധ്യാപകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവീഷ്, ഗുഡ് മോർണിംഗ്. പ്രവീഷ്, ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയല്ല എന്നെനിക്കറിയാമെങ്കിലും തീർച്ചയായിട്ടും സാറേ. പ്രവീഷ്, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന്, ഈ പ്രവീഷിൻ്റെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അല്ല ഷഹബാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? തീർച്ചയായിട്ടും സാർ. ഈ ദുരൂഹ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സംഘർഷത്തിൽ ബന്ധപ്പെട്ട ആ മകൻ നമ്മുടെ സ്ഥാനത്ത് പഠിച്ച മോനല്ല. എന്ത് തന്നെ ആയാലും നമ്മുടെ ഒരു എന്താ പറയുക മകനെ പോലെ തന്നെയാണ് നമ്മൾ നേരം വരെ കണ്ടതും പ്രാർത്ഥിച്ചതൊക്കെ ആ മോന് വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും ആ മോന്റെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു. ഈ നമ്മുടെ ഈ സ്ഥാപനത്തിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പ്രവീഷ് ട്യൂഷന്? ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ഒരു 200-250 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് സാർ. ചെറിയൊരു സ്ഥാപനമാണ് അല്ലേ? ചെറിയൊരു സ്ഥാപനം സാർ. നമ്മുടെ നാട്ടിലുള്ള സാധാരണ ട്യൂഷൻ സെന്റർ പണി ബി എഡും PG ഒക്കെ കഴിഞ്ഞിട്ട് പണി കിട്ടാത്ത സാധാരണ അധ്യാപകർ കൂടി എല്ലാം കൂടി നടത്തുന്ന സാധാ ഒരു സ്ഥാപനം. ഓക്കെ, അത് 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണോ ട്യൂഷൻ? അതെ, അത് മാത്രമേ ഉള്ളൂ സാർ. 8, 9, 10 മാത്രം ട്യൂഷൻ. ഓക്കെ, അപ്പം അവിടുത്തെ ഈ ഇത്തവണത്തെ പരിശീലനമെല്ലാം കഴിഞ്ഞ് കുട്ടികൾ പിരിഞ്ഞു പോകുന്ന ഒരു പരിപാടിയായിരുന്നു ഇതല്ലേ? അതെ സാർ, കറക്റ്റ്. ഫെയർവെൽ പരിപാടി. ഞങ്ങൾ എല്ലാ വർഷവും ഇതേമാതിരി ഞങ്ങൾ നൈറ്റ് ക്യാമ്പ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഒരു മാസം കുട്ടിയൊക്കെ നീണ്ട ഇരുത്തി പഠിപ്പിച്ച് നൈറ്റ് ക്യാമ്പ് കുട്ടികളെ വളരെ ആപ്റ്റ് ആക്കിയിട്ട് നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുത്ത് അവസാനം നമുക്ക് എല്ലാ രീതിയിലും അവരെ ഒരു ഫെയർവെൽ പാർട്ടി നടത്തി അവർക്ക് നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കുട്ടികളെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ഹാപ്പി ആയിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് പോസിറ്റീവ് ആക്കി വിടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതുവരെ 10 വർഷമായിട്ട് നമ്മൾ ആ രീതി തന്നെയാണ് സാർ നടന്നു പോകുന്നത്. അതേ ഒരു പ്രോഗ്രാം മാത്രമേ നമ്മൾ അവിടെ ഈ പ്രാവശ്യം കഴിഞ്ഞ ഞായറാഴ്ച നടന്നിട്ടുള്ളൂ. ഇത് പകലായിരുന്നല്ലോ പരിപാടി അല്ലേ? പകൽ ഒരു ഈവനിങ് തുടങ്ങി. ഞങ്ങൾ ഒരു 3 മണി 4 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 6 മണി 7 മണി വരെ വൈൻഡപ്പ് ആ ഒരു സമയത്ത് സാർ. ഓക്കെ, അതിനിടയിൽ എന്താ സംഭവിച്ചത് ഈ ഡാൻസിനിടയിൽ? അതിന്റെ ഇടയ്ക്ക് ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കയറിയ സമയത്ത് പാട്ടൊന്ന് ഇടയ്ക്ക് വന്ന് നിന്നുപോയി. സ്വാഭാവികം അതെന്താ ഫോണെന്താ എയർപ്ലെയിൻ മോഡ് ആക്കാത്ത സംഘനൃത്തമായിരുന്നോ ഒരു കുട്ടിയുടെ ഡാൻസ് ആയിരുന്നു? അല്ല, അതൊരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. ആ ഒരു സ്കൂളിലെ പിള്ളേർ മാത്രമേ ഉള്ളായിരുന്നു അതിൽ. അത് എലൈറ്റ് സ്കൂളിലെ കുട്ടികളാണോ? അതെ അതെ അതെ. ആ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തത്തിനിടയിൽ ഫോണ് ഹാങ് ആയി, പാട്ട് നിന്നുപോയി. അപ്പോൾ ബാക്കി 2-3 സ്കൂളിൽ വരുന്ന കുട്ടികളെല്ലാം കൂടി അവിടെ നിന്ന് കൂവി വിളിച്ചു. ഓക്കെ, അവരൊക്കെ നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന അല്ലെ ഈ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നോ? സോറി, എന്താ സാർ കേട്ടില്ല? നമ്മുടെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നോ ഈ കൂവി കുട്ടികൾ? അതെ, നമ്മൾ പുറമെ നിന്ന് ഒരൊറ്റ ഈ പ്രോഗ്രാം പങ്കെടുപ്പിക്കാറ്. നമ്മൾ കുട്ടികൾക്കൊക്കെ അതായത് ഐഡന്റിഫിക്കേഷൻ കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ഉള്ളിൽ കേട്ടുള്ളൂ. നമ്മളെ പിള്ളേരെ മാത്രമേ നമ്മൾ ഈ ഹാളിന്റെ അകത്തുള്ളൂ. അവിടെ ഈ മുഹമ്മദ് ഷഹബാസ് വന്നിട്ടുമില്ല? ഇല്ല, മുഹമ്മദ് ഷഹബാസ് നമ്മുടെ മോനല്ല. അവനവിടെ വരേണ്ട കാര്യമില്ല. അവൻ വന്നിട്ടില്ല. പരിസരത്ത് അവിടെ പോലും ഇല്ല അവൻ. നമ്മൾ ഈ വ്യാപാരം എന്ന ഓഡിറ്റോറിയം ഉണ്ട് അവിടെയാണ് നമ്മൾ പ്രോഗ്രാം നടത്തുക, ആ ഹാളിനുള്ളിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഈ കുട്ടിയും അവിടെ വന്നില്ല. അപ്പൊ അവിടെ പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് അവർ കൂവിയ സമയത്ത് അവന് കൂവിയുടെ ഭാഗമായി നമ്മൾ പിന്നെ സാധാരണ മക്കൾ കൂവ എന്ന് പറയുമ്പോൾ നമ്മളൊരു നല്ലൊരു പോസിറ്റീവ് സെൻസിലാണല്ലോ എടുക്കുക. മക്കൾ എല്ലാം ഹാളെല്ലാം കൂടെ നല്ലൊരു പോസിറ്റീവ് വൈബ് ആയിട്ടുള്ളൂ കൂവെന്ന് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പ്രോഗ്രാം കയറി ലാസ്റ്റ് പ്രോഗ്രാം വൈൻഡപ്പ് ആവാൻ ഏകദേശം ഒരു 10 മിനിറ്റുള്ള സമയത്താണ് ചെറിയ പിള്ളേർ തമ്മിൽ സാറ് നമുക്കറിയാലോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് പുറകുന്നുണ്ടായി. അതെ, അപ്പോൾ തന്നെ അവിടെ ഒരു 10-20 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ ടീച്ചേഴ്സും അവിടെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് ഇടപെട്ട് കുട്ടികളൊക്കെ മാറ്റി നമ്മൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു. ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെ നമ്മൾ തന്നെ അവിടുന്ന് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥിയും വീട്ടിൽ പോകാൻ പറഞ്ഞു. മറ്റേ സ്കൂളിലെ വിദ്യാർത്ഥികളെ നമ്മൾ ഇതിൽ പെട്ട ഒരു 5 പേരുണ്ട്. അവരെ ടീച്ചേഴ്സ് തന്നെ ഞങ്ങൾ സ്വന്തം കാറിൽ അവരെ വീട്ടിൽ ഇറക്കി ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. അവരോട് പറഞ്ഞു ഈ 5 കുട്ടികൾ എന്ന് പറയുന്നത് അവിടെ തല്ലുണ്ടാക്കുന്നതിൽ നേതൃത്വം കൊടുത്ത കുട്ടികളായിരിക്കും അല്ലേ? അല്ല, തിരിച്ച് ഓപ്പോസിറ്റ് ഈ MJ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. അത് ശരി. MJ സ്കൂളിൽ പഠിക്കുന്ന അടികിട്ടിയ കുട്ടികൾ അല്ലേ? അടികിട്ടിയ കുട്ടികൾ അവരെ നിങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു? ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിട്ടു. രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്? ഞങ്ങൾ അവരെ പിറ്റേ രക്ഷിതാക്കൾ ഞങ്ങൾ ഇൻഫോം ചെയ്തു. പിള്ളേരോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വിഷയം ഉണ്ടായിട്ട് ഇനി നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പോലെ സംഘർഷം നടക്കും. അതുകൊണ്ട് 2 വിഭാഗത്തിൽപ്പെട്ട ഈ 5 കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ വരേണ്ടതില്ല. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഓഫീസിലേക്ക് വിളിച്ചാൽ മതി, നമുക്ക് ടീച്ചേഴ്സ് ക്ലിയർ ചെയ്ത് തരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമ്മൾ ക്ലിയർ ചെയ്തതാണ്. ഓക്കെ, വീട്ടിലേക്ക് അയച്ചു. എന്നിട്ട് ഇവര് പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടുണ്ടാക്കി പിന്നീട് സംഘടിച്ചെത്തുകയായിരുന്നു അല്ലേ? അതെന്താ നടക്കുന്നത്? ഞായറാഴ്ചയാണ് നമ്മുടെ ഈ കലാപരിപാടി. കറക്റ്റ്. അത് കഴിഞ്ഞ് ഈ കുട്ടികൾ സംഘടിച്ചെത്തി അല്ലേ?
ആ വിവരമൊക്കെ ഞങ്ങൾ ഇന്നലെയോട് കൂടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതും ഇത്രമാത്രം മൃഗീയമായ വോയിസ് ചാറ്റൊക്കെ അവർ വിട്ടെന്നുള്ള സംഭവം നമ്മൾ ഇന്നലെയാണ് സാർ അറിയുന്നത്. ഇവര് ഇതിന് ശേഷം പിന്നീട് വരുന്നത് എന്താ, തിങ്കളാഴ്ചയോ അതോ ചൊവ്വാഴ്ചയോ അതോ ഇല്ല, വ്യാഴാഴ്ച? പിന്നെ വരുന്നത് വ്യാഴാഴ്ച. അപ്പൊ ഈ ഞായറാഴ്ച പരിപാടി നടന്നു, വീട്ടിൽ വിട്ടു, തിങ്കൾ ചൊവ്വ ബുധൻ ഇവർ ഇതിന് ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും, വ്യാഴാഴ്ചയാണ് പിന്നീട് ആക്രമണം നടക്കുന്നത് അല്ലേ? വ്യാഴാഴ്ച ഈ പറഞ്ഞ സംഘർഷത്തിൽപ്പെട്ട 2 വിഭാഗം കുട്ടികളും വന്നിട്ടില്ല സാർ. ഓ അത് ശരി. ഈ നിങ്ങൾ വീട്ടിലിറക്കി വിട്ട 5 കുട്ടികൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല? ഉൾപ്പെട്ടിട്ടില്ല. വീട്ടിൽ ഇറക്കി വിട്ട പിള്ളേരും വന്നിട്ടില്ല. ഇന്നലെ സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്ത പിള്ളേരും വന്നിട്ടില്ല. അവരോട് ആരും വരണ്ട നമ്മൾ കർശനമായിട്ട് പറഞ്ഞതാണ്. അപ്പം ഇത് സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു അല്ലേ? ഈ സ്കൂളിലെ അതെ കറക്റ്റ്. ആ സ്കൂളിലെ അവർക്ക് നമ്മൾ ഇന്നലെയാണ് അറിയുന്നത് അവരൊരു വോയിസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അതിൽ ആഹ്വാനം ചെയ്തതും അതിന്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘടിച്ച് അവിടേക്ക് വന്നു ഒക്കെ നമ്മൾ ഇന്നലെ ഇതൊക്കെ ഇത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഈ അടി നടക്കുന്നത് അല്ലേ? കറക്റ്റ്, വ്യാഴാഴ്ച വൈകുന്നേരമാണ് അടി പറ്റുന്നത്. ഈ വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നോ വ്യാഴാഴ്ച ഈ തല്ലുണ്ടാവുന്ന സമയത്ത്? ഈ സമയത്ത് അവിടെ കുട്ടികൾ കുറെ സംഘടിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു ന്യൂസ് ആ ഒരു ചായക്കട ഉടമ ഉണ്ട്, അവരാണ് നമ്മളെ വിളിച്ച് പറയുന്നത്. ഇങ്ങനെ കുട്ടികൾ അവിടെ നിങ്ങളെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ടോ, ഒന്ന് പെട്ടെന്ന് ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിൽ ചാർജുള്ള സ്റ്റാഫും ഒരു അധ്യാപകനും കൂടി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് തന്നെ അവിടെ ചെറിയ സംഘർഷം നടക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർ നാട്ടുകാരുടെ സഹായത്തോടു കൂടി നാട്ടുകാരും എല്ലാം കൂടിയാണ് കുട്ടികളെ ഈ പല ഭാഗത്തു നിന്നായിരുന്നു സാറേ സംഘർഷം. അപ്പൊ പ്രവീഷ് കണ്ടിരുന്നോ? ഇല്ല സാർ, ഞാൻ അവിടെ ഇല്ലായിരുന്നു സമയത്ത്. ഞാനൊക്കെ കഴിഞ്ഞിട്ടാണ്, ഞാനൊരു 7 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ എത്തി. അന്നേക്ക് പിള്ളേരൊക്കെ അവിടെ നിന്ന് പോയിരുന്നു. മനസ്സിലായി പ്രവീഷ്. ഈ അവിടെ ഈ തല്ലിയ കുട്ടികൾ നമ്മുടെ ട്യൂഷൻ സെന്ററിലുള്ള കുട്ടികളുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. ഈ തല്ല് കിട്ടിയവരും ഉണ്ടാവും അല്ലേ? 2 കൂട്ടരും ഉണ്ടാവും. ഇല്ല, തല്ല് കിട്ടിയ അവിടെ അന്ന് വന്ന ഭൂരിഭാഗം വന്ന ആ 40ഓളം വിദ്യാർത്ഥികൾ ഒന്നും നമ്മളവിടെ പഠിക്കുന്ന പിള്ളേരല്ല. ഓ ഓക്കെ. അപ്പൊ തല്ല് കിട്ടിയവരിൽ ആരും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നവരില്ല. ഈ തല്ലുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് പേര് നമ്മുടെ കുട്ടികളാണ് അല്ലേ? അതെ, വിരലെണ്ണാൻ പറ്റി ഒരു 5-6 പേര് മാത്രം അവിടെ നമ്മളെ ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്തു, ആ സമയത്ത് തന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സാർ ഇങ്ങനെ ഈ കുട്ടികൾ ഇവിടെ ഉണ്ട്, സംഘർഷം നടത്തിയിട്ടുണ്ട്. ഈ 2 സ്കൂളുകൾ തമ്മിൽ അങ്ങനെ വിദ്യാർത്ഥികൾ നേരത്തെ ഏറ്റുമുട്ടിയിട്ടുണ്ടോ, അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ പ്രവീഷ്? ഇല്ല സാർ, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല നമ്മൾ ഇതുവരെ. പ്രൈവറ്റ് സ്കൂളും ഒന്ന് സർക്കാർ സ്കൂളും അല്ലേ? അതെ കറക്റ്റ്. അതെ എയ്ഡഡ് സ്കൂളാണ് ഒരെണ്ണം അല്ലേ? അതെ സാർ, ഒരെണ്ണം എയ്ഡഡ് സ്കൂളാണ്. അതെ. അപ്പൊ ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ പണ്ട് സംഘം ചേർന്ന് തമ്മിൽ തല്ലുകയോ അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നോ? അങ്ങനെ ഒരു വാർത്ത ഞാനിതുവരെ കേട്ടിട്ടില്ല സാർ. പിന്നെ ഈ വിദ്യാർത്ഥികൾ എന്തിനാണ് അല്ലേ, ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പകയുണ്ടാവുക അല്ലേ? അതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞ് ഞാനൊക്കെ വളർന്നു വന്നാ സാറേ, ഇതൊന്നും ഏത് രീതിയിലാണ് മക്കൾ ചിന്തിക്കുന്നത് നമുക്കറിയില്ല സാറേ. ശരിയാണ് പ്രവീഷ്. എന്തായാലും വളരെ നിർഭാഗ്യകരമായ സംഭവമായി പോയി. ഈ ബാക്കി കുട്ടികൾക്ക് ആർക്കെങ്കിലും പരിക്കുണ്ടായോ പ്രവീഷ്? ബാക്കി സംഘർഷത്തിൽ പങ്കെടുത്ത കുറച്ച് കുട്ടികളൊക്കെ ചെറിയ പരിക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇത്രമാത്രം ആ ഒരു മോനെ ഇത്രമാത്രം പറ്റി, അല്ലാണ്ട് ഒരു പരിക്കും നമുക്കറിയില്ല. എന്തെങ്കിലും ആയുധങ്ങൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പൊ ചില ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വല്ലതും കേട്ടിരുന്നു? അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല സാർ. എന്താ അതിനെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല, അങ്ങനെ ഉണ്ടോന്ന് പോലും നമുക്കറിയില്ല. മനസ്സിലായി പ്രവീഷ്. എന്തായാലും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. താങ്ക് യു പ്രവീഷ് ചേർന്നതിൽ. എനിക്കറിയാം നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ മോന്റെ ആത്മാവിന് നിത്യശാന്തി നേരത്തെ ഒറ്റ പ്രാർത്ഥന മാത്രം. മനസ്സിലായി പ്രവീഷ്. തീർച്ചയായിട്ടും ഒരു ട്യൂഷൻ സെന്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാട്ടിലെ കുറച്ച് മനുഷ്യർ, വിദ്യാസമ്പന്നരായ കുറച്ച് മനുഷ്യർ, മറ്റു ജില്ലകളിൽ ജോലി കിട്ടാത്ത അഭ്യസ്തരവിദ്യരായിട്ടുള്ള ആളുകൾ, നമ്മളൊക്കെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരല്ലേ. ട്യൂഷൻ സെന്ററിൽ ഒരുമിച്ച് കൂടുന്നു, അവർ പഠിക്കുന്നു, നൈറ്റ് ക്യാമ്പ് അടക്കമൊക്കെ കൊടുത്ത് ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി, പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് വിടാൻ, കലാപരിപാടികളൊക്കെ കൊടുത്ത് വളരെ ഹാപ്പിയായി റിലാക്സ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുമ്പോൾ അതിനിടയിൽ പാട്ട് നിലയ്ക്കുന്ന സമയത്ത് കൂവുക, അത് പിന്നീട് ഒരു വലിയ സംഘർഷമായിട്ട് മാറുക. അവർ കൂട്ടം ചേർന്ന് പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ ആഹ്വാനം ചെയ്ത് ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ, അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുക. ഇതൊക്കെ നമ്മൾ ഈ കൊട്ടേഷൻ സംഘങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്.